മരം ഈ ഒരു വലുപ്പത്തിൽ വെട്ടിയെടുക്കും. എന്നിട്ട് അതിനെ അങ്ങനെ കാലിന്റെ ഇടയിൽ പിടിച്ചു വെച്ചേക്കും. ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇതാണ് പണി. അങ്ങനെ ചിരണ്ടി എടുത്ത് 2 വശത്തേക്കും ഉള്ള അളവ് ഒരേ അളവാണ്. ഇതാണ്. ഹായ് ഫ്രണ്ട്സ്, ട്രിപ്പ് ആൻഡ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷൈജിൻ. നമ്മളിന്ന് പോകുന്നത് വ്യത്യസ്തമായൊരു കാഴ്ച അനുഭവം തേടിയാണ്. വാർച്ചക്കുന്ന് കോളനിയിലേക്കാണ് ഇന്ന് പോകുന്നത്. ഒരു ആദിവാസി കോളനിയാണ്, ഒരു പണിയ കോളനിയാണ്. ആ കോളനിയിലൊരു പ്രത്യേകതയുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകതയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും നമുക്കിന്ന് ആ കാഴ്ചയിലേക്ക്, ഈ കാഴ്ച എന്താണെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല, കാഴ്ച നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകാം അല്ലേ? റൈറ്റ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ആ ശബ്ദം എന്തിൻ്റെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പണിയ വിഭാഗത്തിൻ്റെ വാദ്യോപകരണമായ തുടിയുടെ ശബ്ദമാണ് ആ കേൾക്കുന്നത്. പുൽപ്പള്ളി റോഡിലെ ഇരുളത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറി വാർഷൻകുന്ന് എന്ന് പറയുന്ന പണിയ കോളനിയിലാണുള്ളത്. ആ പണിയ കോളനിയിലെ ഈ കാഴ്ചയും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങാം അല്ലേ? നമുക്ക് നോക്കാം. നമസ്കാരം. മൂപ്പന്റെ പേരെന്താ? വെളിയൻ അല്ലേ? മൂപ്പന്റെ പേര് കറുപ്പൻ. ഓക്കെ. ഞങ്ങള് തുടി ഉണ്ടാക്കുന്നതും തുടിന്റെ പ്രത്യേകതകളൊക്കെ ആയിട്ട് അറിയാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ അറിഞ്ഞതാണ്, ഇങ്ങനെ ആളുണ്ടാക്കുന്നുണ്ട്, തുടി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഒരു പി അതിന്റെ വാദ്യോപകരണം, ഒരു പി ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്നത്, അത് പ്രവർത്തിപ്പിക്കുന്നത്, അതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടി വന്നാ. ഇവിടെ അല്ലായിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്നത്? ഏത് കോളനിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് നിങ്ങളെ? കൂടൽക്കടവ് കോളനി. അതായത് പൂതാടിന്ന് അപ്പുറത്തേക്ക്, പൂതാടി അപ്പുറം കൂടൽക്കടവ് അല്ലേ? ഓക്കെ. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇവിടെ വന്നിട്ട് ഓക്കെ. ഇത് ഗവൺമെന്റ് നിങ്ങൾക്ക് പതിച്ചു തന്ന ഭൂമിയല്ലേ? അതെ. കുറച്ച് നാളായി അല്ലേ? അതായത് ഇവിടെയുള്ള ഈ കാപ്പിത്തോട്ടത്തിലെ വരുമാനമൊക്കെ നിങ്ങൾക്ക് തന്നെയാണ്? ഓക്കെ. ഇതിനു മുമ്പ് പൂതാടിയിൽ താമസിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്നാണ് ഈ വാദ്യോപകരണങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? ഫ്രണ്ട്സ്, നേരെ മുഖത്തേക്ക് വെയിലടിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്നാണ്. അതിലല്ല, മൂപ്പന്റെ അടുത്തേക്ക്, കുറച്ചുകൂടെ അടുത്തേക്ക് തന്നെ ഇരിക്കാൻ അവസരം കിട്ടി. മൂപ്പന്റെ ഫോണ് വന്നിട്ടുണ്ടല്ലോ. നീ ഇപ്പം എന്നെ വിളിക്കണ്ട, ഞാൻ വേറെ ഒരു പരിപാടിയില്ല. ഇപ്പം വിളിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ഉപ്പ, ഈ തുടി ഏതൊക്കെ അവസരങ്ങളിലാണ് ഉപയോഗിക്കാറുള്ളത്? ഏത് തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ല, അങ്ങനെയല്ല. ഈ നമ്മള് നമ്മുടെ ഉത്സവത്തിന് ഉപയോഗിക്കും, പിന്നെ ദൈവത്തിന് കൊടുക്കുമ്പോ അന്ന് ചെയ്യും. എല്ലാ ദിവസവും ഒന്നും എടുക്കാറില്ല? ഇല്ല, അങ്ങനെ എടുക്കാൻ പറ്റില്ല. പിന്നെ കല്യാണത്തിന് എടുക്കും. കല്യാണത്തിന്റെ തലേന്ന് രാത്രി പരിപാടികൾ ഉണ്ട്, അത് കഴിയുന്ന വരെ ഉണ്ടാവും. അതെ അല്ലേ? ഇത് കുറെ നിങ്ങളെ എല്ലാ ആൾക്കാരും കൊട്ടാൻ അറിയാം? എല്ലാവർക്കും കൊട്ടാൻ അറിയില്ല? എല്ലാവർക്കും ഒന്നും അറിയില്ല, എന്നാലും ആവശ്യക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെങ്ങനെ തിരഞ്ഞു വിടുകയൊന്നുമില്ല. പിന്നെ ഈ കൊട്ടാൻ അറിയുന്ന ആൾക്കാരെ എല്ലാവരും വന്ന് കൊട്ടും. അതുപോലെ ഈ കുഴൽ വിളിക്കുന്ന അതറിയുന്നവർ വന്ന് കുഴൽ വിളിക്കും. ഈ തുടി നമുക്ക് പണിയ വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ? അത് വേറെ ഏതെങ്കിലും? അല്ല, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ജാതിക്ക് മാത്രമേ ഉള്ളൂ. മറ്റേ നായകന്മാർക്ക് അവർക്ക് മറ്റേ ചെണ്ടയാണ്. നായകന്മാർക്ക് അത് കുറച്ചുകൂടെ വലുതായിരിക്കും. ഈ തുടി ഉണ്ടാക്കാൻ ഏത് മരം എടുക്കാറുള്ളത്? പ്ലാവ് എടുക്കും, പിന്നെ മയിലാളം എന്ന് പറഞ്ഞാൽ അതെടുക്കും. അതിന് പിലാവ് എടുക്കും, കുമിഴ എടുക്കും. കുമിഴല്ലേ? കുമിഴ എടുക്കും, തേക്കും എടുക്കും.
തേക്ക് ഒക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അത്? പിന്നെ അല്ലാതെ അതിൻ്റെ കാര്യമൊന്നും പറയണ്ട. അതല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ഇതിൻ്റെ പണി അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല. ഇത് വർഷത്തിൽ അത് മരം മുറിച്ചിടണം. വർഷത്തിൽ മുറിച്ചിടണം. വർഷകാലം മഴക്കാലത്ത് മുറിച്ചിടണം. എന്നെങ്കിലും മാത്രമേ ബിരുവില്ലാതെ കിട്ടുള്ളൂ. ഇത് വേനൽക്കാലം ആകുമ്പോഴത്തേന് കാറ്റും വെയിലും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും അത് വിരിഞ്ഞു പോകും. വിരിഞ്ഞു പോകുന്ന വിണ്ട് കയറി അല്ലേ? ആ വിണ്ട് കയറും. വിണ്ട് കയറി ഇത് എടുക്കാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ കുഴപ്പം. സാധാരണ പ്ലാവാണ് കൂടുതൽ എടുക്കുന്നത്. പ്ലാവ് കുമിഴ് കാര്യമായിട്ട് എടുക്കുന്നത് കുമിഴാണ്. കുമിഴിന്റെ കുമിഴും മയിലാളോ. മയിലാളോ ഇപ്പം അങ്ങനെ കിട്ടൂല. ഇപ്പം പിലാവ് കൊടുക്കും, അതിന് പിലാവ് കൊടുക്കും. ഒന്ന് കൊട്ടി കാണിക്കാമോ? കൊട്ടി കാണിക്കല്ലോ. തുടി കൊട്ടുമ്പോഴേ ഒരേ താളത്തിൽ തന്നെയാണോ എല്ലാ പരിപാടികളും കൊട്ടാറുള്ളത്? അല്ല, വ്യത്യാസമുണ്ട്. വ്യത്യാസം അല്ല, ഇതിപ്പോ 2-3 തരത്തിലുള്ള കൊട്ട് ഞാൻ കേട്ടു. ആ 3 തരം കൊട്ടുകളും ഓരോ സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നത് അതല്ലേ? അതായത് ഈ അമ്പലത്തിലൊക്കെ ദൈവികമായ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് കൊട്ടുന്ന ശബ്ദവും കല്യാണത്തിനുള്ള ശബ്ദവും കല്യാണത്തിന്റെ സമയത്ത് കൊട്ടുന്ന വെളി മൂപ്പൻ്റെ കൂടെ തന്നെ മറ്റൊരു മൂപ്പനും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. കറുപ്പൻ എന്നാണ് മൂപ്പൻ്റെ പേര്. അദ്ദേഹം വാദ്യോപകരണമായ കുഴൽ ഊതുന്ന ആൾ തന്നെയാണ്. അദ്ദേഹമാണ് കറുപ്പൻ. കറുപ്പൻ മൂപ്പ, നമ്മള് ഇപ്പൊ കല്യാണത്തിന് ഒരു കൊട്ട് കേട്ടു, അതുപോലെ ഈ ദൈവികമായ, അതായത് ദൈവത്തിന് കൊടുത്ത കൊട്ട് ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടല്ലേ? അതൊന്ന് കൊട്ടി കേൾപ്പിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ തുടി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെയാണോ ഈ കുഴലും ഊതാറുള്ളത്, അതോ കുഴലും മാത്രമായിട്ടാണ് ചെയ്യാറുള്ളത്? ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. അതൊന്ന് ഊതി കേൾപ്പിക്കാമോ? അല്ല, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒന്ന് ചെയ്യാമോ? ഒന്ന് രണ്ടുപേരും കൂടി ഒന്ന് ചെയ്യാമോ? ആയിക്കോട്ടെ, അങ്ങനെ ആവട്ടെ. അതെ, ഒരു പരിപാടി ഒരു പ്രവർത്തി തുടങ്ങുമ്പോൾ ദൈവത്തിന് ചെയ്തല്ലേ.
മൂപ്പ ചായ കുടിച്ചോ? ആ ചായ കുടിച്ചു. പോകാൻ നേരത്തെ എനിക്ക് ഒരെണ്ണം തരണേ. ഓ ആയിക്കോട്ടെ. ഇവിടെ ഇട്ട് തരുമല്ലോ അല്ലേ? മൂപ്പൻ എന്താ രാവിലെ കഴിച്ചേ? ഞാൻ ചായയും ഒരു കേക്കും തന്നു. കേക്കാ? ആ, വീട്ടില് ക്രിസ്മസിന്റെ ആണോ കേക്ക്? കടയിൽ പോയി കഴിച്ചതാ? വീട്ടിൽ രാവിലെ ഒന്നും കഴിച്ചില്ല? രാവിലത്തേക്ക് വേറെ ഒന്നും ദോശ ഇഡ്ഡലി ഒന്നുമില്ല. മൂപ്പ ഇത് ഈ തുടി കൊട്ടുന്ന സമയത്തെ ഇവിടെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഇതെന്താ സാധനം? ഈ ഒരു നമ്മുടെ ബൂമറാങ്ക് മാതിരി ഒരു സാധനം കണ്ടല്ലോ, അതെന്താ? അത് ഇത് ഏത് മരം വേണമെങ്കിലും എടുക്കാം. അത് എന്തിനു വേണ്ടിട്ട് അങ്ങനെ വെച്ചേക്കുന്നത്? ഇത് മറ്റാലേ ഇങ്ങനെ ആക്കണല്ലോ. ആ, ഇത് ടൈറ്റ് ആകുമ്പോഴാണ് ടൈറ്റ് ആവുന്നത്. മുറുക്കി പിടിക്കാൻ പറ്റും. ആ, ശബ്ദമാറ്റം വരുന്നത് ടൈറ്റ് ആവുന്നത്. അത് ടൈറ്റ് ആക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് അല്ലേ? പിന്നെ മുറുക്കുകയും ചെയ്യാം, അങ്ങനെയൊക്കെ കൊട്ടാൻ പറ്റുള്ളൂ. അതെ. മൂപ്പിന് അടിപൊളി വാച്ചൊക്കെ ഉണ്ടല്ലോ, സ്വർണ്ണ വാച്ചൊക്കെ ഉണ്ടല്ലോ. ആര് തന്നേത്? സ്വർണത്തിന്റെ വാച്ച്. മൂപ്പ ഈ ഇവിടെ 2-3 തുടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് കളറിൽ വ്യത്യാസം. ഇതിന് കറുപ്പ് കളർ ഉണ്ടല്ലോ, അതെന്താ അങ്ങനെ? അത് അച്ഛന്റെ കാലത്ത് ഉണ്ടാക്കിയ സാധനമാണ്. വർഷങ്ങള് പഴക്കമുണ്ടല്ലേ? ഒരുപാട് പഴക്കമുണ്ട്. അതാണ് പുതിയതല്ല, ഇത് പഴയതാണ്. അച്ഛന്റെ തലമുറയ്ക്കുള്ളത് തന്നെയാണ് ഇത്. അപ്പൊ ഇതുകൊണ്ടാണ് ഇത്രയും നാള് മൂപ്പൻ കൊട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പുതുതായിട്ട് ഉണ്ടാക്കിയതായിരിക്കും അതൊക്കെ അല്ലേ? ഞാൻ വേറെ ഒരാളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. മൂപ്പ ഈ സാധനം ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാമല്ലോ. ഇതൊന്ന് മാറ്റി വെച്ചായിരുന്നു. ഇത് വലിയൊരു മരമാണ്. ഇതിപ്പോ ഏത് മരത്തിന്റെ ആയിരിക്കും കുറ്റി? ഇത് കുമിഴ് മരം. ഈ കുമിഴ് മരം ഞങ്ങൾ ഇത്രയും 3 തടിയാ. ആ തടി കത്തിക്ക് മുറിച്ച് കൊണ്ടുവന്നിട്ട് അത് ഷേപ്പായി അതിന് നീളം കണക്കാക്കി അത് മുറിച്ചു. ആ മുറിച്ചിട്ട് പിന്നെ അത് ഉളിയെടുക്കും. ഉളി ഇതാണ് ഉളി. ഇതുകൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. ഇങ്ങനെ ഗ്രൗണ്ടായിട്ട് ഇങ്ങനത്തെ കുത്തി എങ്ങനെ എടുക്കും. അതിൻ്റെ വട്ടം തുറന്നു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് വരണം. അങ്ങനെ 2 വശത്തും ഇതേപോലെയാണ് ചെയ്യുക. മൂപ്പ ഒന്ന് ചോദിച്ചോട്ടെ, ഈ മരത്തിന്റെ എല്ലാത്തിനും ഒരേ നീളവും വീതിയൊക്കെ തന്നെ ആയിരിക്കും? എല്ലാത്തിനും ഒരേ എല്ലാം സെയിം ആയിരിക്കും? അതല്ല, ഈ വലിയ മരം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കൊട്ടിന് രണ്ടെണ്ണം ചെറുതുണ്ടാവും, ഒരെണ്ണം വലുതും ഉണ്ടാവും. അങ്ങനെയുണ്ടല്ലേ? ഈ ചെറുതിനും വലുതിനും ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് മരം ഈ ഒരു വലുപ്പത്തിൽ വെട്ടിയെടുക്കും, എന്നിട്ട് അതിനെ കത്തി കൊണ്ട് തന്നെയാണ് ഷേപ്പ് ആക്കി എടുക്കും. ഇതിന്റെ നടുഭാഗം ഈ ഓട്ടയൊക്കെ ഉണ്ടാക്കല് നല്ല റിസ്ക് പണിയല്ലേ? നല്ല ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി എന്താ അടുത്ത പരിപാടി? എന്നിട്ട് പിന്നെ ഇത് മാന്തി എടുക്കുക. എങ്ങനെ മാന്തി എടുക്കുക? ഇങ്ങനെ 2 സൈഡും മൂർച്ചയുണ്ടല്ലേ? 2 സൈഡും ഉണ്ട്. ഇതങ്ങനെയാണ് പണിയെടുക്കുക. അങ്ങനെ കാലിന്റെ ഇടയിൽ പിടിച്ചു വെച്ചേക്കും. ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇതാണ് പണി. അങ്ങനെ ചിരണ്ടി എടുത്ത് ഇങ്ങനെ വളരെ നൈസായിട്ട് എടുക്കണം, അല്ലാതെ കിട്ടില്ല. ഇത് എത്ര നാൾ വേണ്ടി ഒരു ഒരെണ്ണം പൂർത്തിയാക്കാൻ? അത് അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന പണിയല്ല. കുറെ നാളെടുക്കും, കുറേ ദിവസം ഇങ്ങനത്തെ എടുക്കും, മടുത്തു പോകും ഈ പണി എടുത്തെടുത്ത്. മരത്തിന്റെ ഒക്കെ കാതലാണെങ്കിലും മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടാ. അപ്പോ ഇത് കാതൽ തന്നെ വേണമെന്നുണ്ടോ? കാതൽ തന്നെ വേണം. അതെല്ലേ? ഇത് വൃത്തിയാക്കി വെച്ചതായിരിക്കും അതല്ലേ? അതെ. അതൊന്ന് കാണിച്ചു തരാമോ വൃത്തിയാക്കിയത്? ഇതേപോലെയാണ്. ഇതേപോലെ അവളിടും. ഇതിൻ്റെ എല്ലാം ഒരളവാണ്. ഇതിന് എല്ലാത്തിനും 2 വശത്തേക്കും ഉള്ള അളവ് ഒരേ അളവാണ്. അളവെടുത്ത് ഇങ്ങനെ തന്നെ അളവെടുക്കുന്നില്ല, അല്ലാതെ സ്കെയിലൊന്നും എടുക്കുന്നില്ലല്ലേ? ഇല്ല ഇല്ല ഇല്ല, എല്ലാം ഒരു കോലാങ്കൊല്ലി ഇങ്ങനെ മുറിക്കും. മുറിച്ചിട്ട് അതേ അളവ് തന്നെ ഇപ്പുറത്തും ഉണ്ടാവും. ഈ സൈഡിലും അത് തന്നെയല്ലേ? ഇങ്ങനെയാണ് പിടിക്കുക. ഈ പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഇവിടെ, അതിന്റെ ഉള്ളിലും ഓട്ട തന്നെയല്ലേ? ഓട്ട തന്നെ. അതിനും നീളം ഒരേ അളവ് തന്നെ വേണമെന്നുണ്ടോ? ഈ ഒരു ഡിസ്റ്റൻസ് എല്ലാത്തിനും ഒരു കണക്കുണ്ടല്ലേ? എല്ലാത്തിനും കണക്കുണ്ട്. അതാണ്. എന്നിട്ട് മറ്റേ ആശാരിമാരില്ലേ, മറ്റേ ഒരക്കടലാസ്, അതുകൊണ്ട് ഒരച്ച്. അതൊക്കെ ഇപ്പോഴത്തെ കാലത്തല്ലേ ഓരോ കടലാസൊക്കെ വന്നിരിക്കുന്നത്? ആദ്യ കാലങ്ങളിലൊക്കെ എങ്ങനെയാ ഫിനിഷ് ചെയ്യുന്നത്? അത് മറ്റേ ഈ പാറകമില്ലേ,
പറവും മരവും ആ ഒരു ജാതി അതിന്റെ ഇല നല്ല റഫായിരിക്കും അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ ആ തുടക്കും. ആ ഇല കൊണ്ട് ഇങ്ങനെ തുടച്ച് മിനുസാക്കി എടുക്കും. ആ ഓക്കെ ഓക്കെ. ഇനി അടുത്ത പരിപാടി ഇങ്ങനെ ഇതാക്കിയതിന് ശേഷം അടുത്തത് എന്താ ചെയ്യാ? അടുത്ത പിന്നെ ഞങ്ങൾ മറ്റേ എല്ലിൻ്റെ ഇത് വെട്ടിക്കൊണ്ട് ചീ നന്നാക്കിയിട്ട് അതിന് വട്ടുണ്ടാക്കും. ഇല്ലിൻ്റെ ഇല്ലി, അതാണ് ഈ വട്ട്. അടുത്ത് വട്ടം വെക്കണം. വട്ടം വെക്കുന്നത് ഇത് ഇല്ലിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇല്ലിയാണ് കിടക്കുന്നത്. ഇതിങ്ങനെ വളയ്ക്കും. ഇങ്ങനെ വളച്ചിട്ട് അത് നാരെടുക്കും. എന്തെങ്കിലും മരത്തിൻ്റെ നാരെടുത്തിട്ട് ഇങ്ങനെ ചുറ്റി അതിനെ ഇങ്ങനെ ഷേപ്പാക്കി വരും. ഒന്ന് നോക്കിക്കോട്ടെ. അതായത് ഇതിന്റെ ഈ ചുറ്റും വെച്ചിരിക്കുന്ന ഇല്ലിയാണ് അല്ലേ? ഈ ഇല്ലിനെ ഒരുമിച്ച് വെക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു നാരെടുത്ത് ഇങ്ങനെ ചുറ്റി നാര് ഇവിടെ കാണാനുണ്ടല്ലോ. ഇതല്ലേ? ഇത് ഇല്ലിന്റെ നാര് തന്നെയാണോ? അല്ലല്ല, മുളേന്റെ അല്ല അല്ലേ? അല്ല. ഇത് എന്തിന്റെ തുകലാണ്? ഇത് മറ്റേ ആടിന്റെ ആണ്. ആടിന്റെ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ മാനിന്റെ ഒക്കെ മാനിന്റെ പറ്റില്ലായിരുന്നു. മാനിന്റെ ഈ നമ്മളെ ചെണ്ടക്ക് മലയന്മാര് ചെണ്ടക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലേ? ഇത് ആടിന്റെ തുകൽ. ഇത് എവിടെ നിന്ന് കിട്ടുന്ന ആടിന്? നിങ്ങൾ തന്നെ കൊല്ലാണോ അതോ? അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ ആടിന് അറവ് ശാലയിൽ പോയിട്ട് വാങ്ങിക്കും അല്ലേ? മൂപ്പ, ഈ ആടിന്റെ തോല് മേടിച്ചു കൊണ്ടിട്ട് ഉണക്കെന്ന് പറഞ്ഞില്ലേ? അത് എങ്ങനെയാ? സാധാരണ വെറുതെ വലിച്ചിട്ടാ മതിയോ? അങ്ങനെ പോരാ. മറ്റേ അതിന് ഒരു കോലി ഉണ്ടാക്കണം. കോലി ഉണ്ടാക്കിയിട്ട് അത് കൂർപ്പിച്ചിട്ട് അത് വലിച്ച് മുറ്റത്ത് ആണി വെച്ച് തറക്കുന്ന മാതിരി അങ്ങോട്ട് തറക്കണം. കൊണ്ടുവന്നിട്ട് അത് നിവർത്തി വെക്കണം. നിവർത്തി വെക്കണം. നിവർത്തി വെച്ചിട്ട് അതിനാണ് ഇത് ഈ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കുത്തും. വലിച്ചു നീട്ടിട്ട് നിർണ്ണയിക്കാൻ വേണ്ടി ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കുത്തും. എത്ര നാൾ അങ്ങനെ കുത്തി? അത് ഒരു 2 മണിക്കൂർ മതി. അപ്പോഴേക്കും ഉണങ്ങിട്ടോ? അപ്പൊ നമ്മൾ അവിടെ ഇരിക്കണ ചിലപ്പം മറ്റ് പട്ടിയൊക്കെ വന്നിട്ട് എടുത്ത് അന്നേരത്തിന് ഞങ്ങൾ ഉണ്ടാവില്ല. എന്നിട്ടാണ് അടുത്ത എന്നിട്ട് അതിന്റെ രോമം കളയും. രോമം അവിടെ വെച്ച് തന്നെ കളയോ? അത് എടുത്തിട്ട് വന്നിട്ട് എടുത്ത് കൊണ്ടുവന്ന് കളയും. അതിനെങ്ങനെയാ കളയാൻ രോമം കളയുന്നത്? മറ്റേ ബ്ലേഡ് എടുക്കും. ഇല്ലെങ്കിൽ എല്ലിയുടെ ഇത് ചെത്തിച്ച് വേറെ എല്ലിമേൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചാല് രോമം പോകും. രോമം ഇനി ഇതുപോലെ ആക്കി എടുക്കുന്നത് എങ്ങനെയാ? ഇതുപോലെ ആക്കി എടുക്കാൻ ഞങ്ങൾ ഒരല്ലി കൊണ്ടുപോയിട്ട് ഇത് കൊണ്ടുപോയി ഇടിക്കും. തൊലി ഒരല്ലിട്ട് വെള്ളം വാർന്നിട്ട് ഇടിക്കും. എന്നിട്ട് നെയ്സായിട്ട് വരും. തൊലി നൈസായിട്ട് വരും. എന്നിട്ട് വേങ്ങയുടെ പശ പട്ടുമല തേക്കും. ഇടിച്ചതിന് ശേഷം തൊലി നിവർത്തി വെക്കും. എന്നിട്ട് അതിന്റെ മേലെ മറ്റേ ഈ പട്ടുമല പശ തേക്കും. പശ തേച്ചിട്ട് പിന്നെ ഈ തോലി എടുത്ത് വെച്ചിട്ട് ഈ പട്ടുമേൽ വലിച്ച് അങ്ങോട്ട് കൊടുക്കുക. ഇതിങ്ങനെ പിടിച്ച് അങ്ങനെ വലിച്ച് അങ്ങോട്ട് കൊടുക്കും. ഇതിനുള്ള കൃത്യമായ വട്ടായിരിക്കും ആ ഇല്ലി കൊണ്ടുണ്ടാക്കി വെച്ചത്. അതിന്റെ മേലേക്ക് കൊണ്ടുവന്നിട്ട് തിരിച്ചു വെച്ച് കുത്തി ഇങ്ങനെ എല്ലാം കുത്തി അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് ചെല്ലിട്ട് പശ, ആ പശയിലാണ്, ആ വേങ്ങയുടെ പശയിലാണ് ഇത് ഒട്ടിയിരിക്കുന്നത് അല്ലേ? അത് ശരി. അത് പുറത്തേക്ക് പോരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഇടയില് പുറത്തേക്ക് ഇങ്ങോട്ട് ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലിയുടെ വെച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഇരുമ്പ് പഴിപ്പിച്ചിട്ട് ഇതിന് കയറ് കോർത്ത് കെട്ടാനുള്ള തുള. ആ ഇരുമ്പ് കത്തി ഈ ഇരുമ്പ് ഇത് ചൂടാക്കും. എന്നിട്ട് തുളയ്ക്കും. ഇത് ഇങ്ങനെയാണ്. ഓട്ടയാക്കിയാൽ മതി അല്ലേ? ഇതാണ് തുളയ്ക്കുന്നത്. ഇത് തുളയ്ക്ക് എണ്ണം ഉണ്ട്, കൃത്യമായിട്ട് എണ്ണം വേണമെന്നുണ്ടോ? 2, 4, 6 എണ്ണ. 6 കൂടാൻ പാടില്ല. 6 കൂടാൻ പാടില്ല. അത് കുറേ മാത്രമേ പാടുള്ളൂ. ഇത് അതേ സമയത്ത് ഇതിന് 5 എണ്ണം. ഇതിന് 2, 4, 5. അത് വലിപ്പം കുറയുന്നതിനനുസരിച്ച്. അപ്പൊ ഇനി മുമ്പ് ഇത് കുറ്റിയിലേക്ക് വെച്ചിട്ട് വലിച്ചു കെട്ടിയാൽ മതി അല്ലേ? വലിച്ചു കെട്ടിയാൽ മതി. ഒന്ന് കാണിച്ചു തരാം. കാണിച്ചു തരാം. അതല്ലേ? ഒന്ന് അടിയിലും ഒന്ന് മേലെയും വെക്കണം അല്ലേ? ഇതെന്താ ഈ പ്ലാസ്റ്റിക് വെള്ളം എടുക്കുന്നത്? ഇപ്പൊ ഇങ്ങനത്തെ ആണ്? ആദ്യ കാലങ്ങളിലും ഇത് തന്നെയാണ്? ആദ്യം ഇതൊന്നുമല്ല. ആദ്യം എങ്ങനെയാ? ആദ്യം മറ്റേ മരത്തിന്റെ
തുന്നിയെടുക്കും. ഇപ്പൊ എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ പണിയെടുക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് പരിപാടി. ഓരോ ഓട്ടേന്ന് മേലേന്ന് താഴേക്ക് എടുക്കും. തിരിച്ചു കൊണ്ടുവരുന്ന ഇത് ഇങ്ങനെ കോർത്തിട്ട് ഇത് എങ്ങനെ എടുക്കണം. ഇങ്ങനെ വരും. എന്നിട്ട് അടുത്ത മേലേന്ന് താഴെ. ഇപ്പൊ നല്ല പണിയുണ്ടല്ലോ ഇതിന്. ഒരു തുടി ഉണ്ടാക്കാൻ ഏകദേശം എത്ര രൂപ ചെലവുണ്ടാവും നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാം നമ്മുടെ റിസ്ക് തന്നെയാണല്ലോ, മരം മുറിക്കുന്നതും. ഇത് പുറമേക്ക് കൊടുക്കുന്നുണ്ടോ? വിൽപ്പനയ്ക്ക് ഉണ്ടോ? കൊടുത്തിട്ടില്ല. ആൾക്കാർ ചോദിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. ഇത് മിക്കവാറും ഈ പണിയ കോളനിക്കാർക്കും വേണ്ടി മാത്രമായിരിക്കും അല്ലേ ഉണ്ടാവും? പുറം ആൾക്കാർ വാങ്ങാറില്ലല്ലോ അല്ലേ? അവരിങ്ങനെ വാടകയ്ക്ക് കൊണ്ടുപോകും. ഇവിടെ ഇപ്പോൾ ഇത് മറ്റേ ഏതെങ്കിലും ദൈവത്തിനോ കല്യാണം കഴിക്കാനോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ ഇവിടെ വരും, ഇത് കൊണ്ടുപോകും. അതിന് അവർ 1000 ഉറുപ്പ്യ തരും. ഇത് ഈ കോളനിയിലേക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ, പുറമെ എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് എല്ലാം കൊണ്ടുപോകാം. അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ ഇരുളം സീതാദേവി ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ, അവിടെ ഉത്സവത്തിനൊക്കെ ആ സമയത്തൊക്കെ അവിടെ ഒക്കെ കൊണ്ടുപോകും. കൊണ്ടുപോകും. അതിന് ആരെങ്കിലും പുറമേ നിന്നുള്ള ആൾക്കാരാണോ വാങ്ങുക, അത് നമ്മൾ തന്നെ കൊണ്ടുപോകും? അല്ല, ഞങ്ങൾ കൊണ്ടുപോകില്ല. അവിടെ ഉടമയുണ്ട്, ഞങ്ങളെ കൂട്ടർ ഉണ്ടല്ലേ. അവർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അത് ഞങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇതാണ് പണി. അങ്ങനെ ഒരു തുടിയായി അല്ലേ? അങ്ങനെ ഒരു തുടിയാക്കി എടുത്തു. ഇതാണ് പണി. ഇങ്ങനെ പണി എടുത്തിട്ട് പിന്നെ നമുക്ക് കൊട്ടു തന്നെയാണ്. ഇതാ ഈ കൊട്ടാനെടുക്കുന്ന സാധനം ഇത് അത് ഇല്ല തന്നെ. അതെങ്ങനെ മടക്കി ഇങ്ങനെ വളച്ചെടുക്കുന്ന? ഇത് വളച്ചെടുക്കുന്നത് മറ്റേ ഇത് ചീയെല്ലാം നന്നാക്കും, എന്നിട്ട് അടുപ്പിലിടും, ചൂടാക്കും. ചൂടാക്കിയിട്ട് ഇങ്ങോട്ട് വളച്ച് ഇങ്ങോട്ട് കിട്ടും. വളച്ച് കിട്ടും. അപ്പൊ ഇങ്ങനെ വളഞ്ഞ് അത് വളഞ്ഞിട്ട് ചൂട് മാറുമ്പോ അങ്ങനെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ വളഞ്ഞ് കിട്ടും. ഇത് ഇല്ലിന്റെ മാത്രമേ എടുക്കാറുള്ളൂ? വേറെ അത്രേ ഉള്ളൂ. ഇല്ലിന്റെ മാത്രമേ എടുക്കുള്ളൂ, വേറെ ഒന്നും പറ്റില്ല. മുപ്പ ഇപ്പൊ ഒരെണ്ണം ഉണ്ടാക്കിയല്ലോ, അത് ഒരു തുടി ഉണ്ടാക്കി. ഈ തുടിന്റെ അതേ വലുപ്പം തന്നെയാണ് ബാക്കി രണ്ടുപേരിക്കുന്നത്? അല്ലല്ലോ, അല്ല, വ്യത്യാസമുണ്ട്. ഈ വലുപ്പത്തിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ശബ്ദത്തിലും വ്യത്യാസമുണ്ട്. ഉണ്ടാവും. അതൊന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? രണ്ടിലുള്ള ശബ്ദ വ്യത്യാസം.
ശബ്ദമാണ് ചെറുപ്പമുള്ളത്. ആ വലിപ്പം കുറവുള്ളതിന്റെ ശബ്ദം അത് അല്ലേ? അതെ, വലിപ്പം കുറവുള്ളതിന്റെ ശബ്ദം ഇത്. പിന്നെ ഇതിന്റെ വലുതല്ലേ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയത്? അതിലും വലുതാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യമുള്ളത് അതായത് 3 തരത്തിലുള്ള അല്ല, ഈ രണ്ടെണ്ണം ഒരേ വലിപ്പമാണ്. ഇതിന്റെ ഒച്ച ഒരേ ഒച്ചയായിരിക്കും. ഇതിന്റെ കൂട്ടത്തിൽ ഇനിയിപ്പോ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇതിന് ചെറുതായിരിക്കുമോ അതായത് വലുതാണോ? ചെറുത്. ഇതിലും ചെറുത്. മൂപ്പൻ എത്ര സമയം ഏത് വർഷത്തിലാണ് മൂപ്പന്റെ ചെറുപ്രായം മുതലേ ഇത് കൊട്ടാൻ പഠിച്ചിട്ടുണ്ടോ? ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ചെറുപ്പകാലത്ത് തന്നെ കൊട്ടുന്നത് കണ്ടു പഠിച്ചതാണ്? ആരെങ്കിലും പഠിപ്പിച്ചതാണ്? അല്ല, ഞങ്ങൾ തന്നെ സ്വയം പഠിക്കുക. സ്വയം പഠിക്കുക. ഞങ്ങൾ വലിയവന്മാരൊക്കെ കൊട്ടും. എന്നിട്ട് ഞങ്ങൾ കളിക്കുട്ടികളില്ലേ, ഞങ്ങൾ ചെന്നിട്ട് കൊട്ടും. അങ്ങനെ കൊട്ടി അങ്ങനെ പഠിക്കുക. അതെ അല്ലേ? ഇപ്പോഴത്തെ പുതിയ തലമുറക്കാര് ഇത് കൊട്ടുന്നുണ്ടോ? ഇപ്പൊ എല്ലാം കൊട്ടും. ഇത് ഉണ്ടാക്കാനൊക്കെ അറിയാം അവർക്ക്? ഉണ്ടാക്കാനും വലിയ വശമൊന്നുമില്ല. ഇല്ല. അതായത് നിങ്ങളിലൂടെ ഇതൊക്കെ തീരാനുള്ള സാധ്യതയാണെന്ന് കരുതുന്നു അല്ലേ? അതെ, അത്രയേ ഉള്ളൂ. അതെ, ഇനി പുതിയ തലമുറ ഇതൊന്നും ഉണ്ടാക്കില്ല. അതാണ് അതിന്റെ കാര്യം. അതെന്താ നിങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാത്ത? അത് അവരെ പഠിക്കാൻ കിട്ടൂലല്ലോ. അവര് നിന്നില്ല. ഫോൺ കയ്യിൽ പിടിക്കും. അവർക്കിപ്പോ മൊബൈൽ ഫോൺ മതി. മൊബൈൽ ഫോൺ മതി. പിന്നെ TV കാണും. ഇങ്ങനെയുള്ള മറ്റേ കള്ളുപിടിക്കാൻ പോവും. ഇതൊക്കെയാണ് അവരെ പരിപാടി. പക്ഷെ ഞങ്ങളെ പോലെ ഇങ്ങനെ ഒരു പണിയെടുക്കാനോ ചെയ്യാനോ അതൊന്നും അവർക്ക് ഇപ്പൊ ഇഷ്ടമില്ല. അങ്ങനെയാണ്. ഇത്രയാണ് തുടിയുടെ നിർമ്മാണ രീതി. അതെ. അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പൊ കണ്ടല്ലോ നമ്മുടെ തുടി ഉണ്ടാക്കുന്നത്. വെളി എന്ന് പറയുന്നത് നമ്മുടെ മൂപ്പൻ തുടി ഉണ്ടാക്കുന്നതും തുടി കൊട്ടുന്നതെല്ലാം നമ്മളെ കാണിച്ചു തന്നു. തുടി കൊട്ടുന്നതിനോടൊപ്പം തന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നേരത്തെ കാണിച്ചു തന്ന നമ്മുടെ കുഴൽ. ആ കുഴലും നിർമ്മിക്കുന്നതൊക്കെ നമ്മുടെ കറുപ്പൻ എന്ന് പറയുന്ന മൂപ്പനും പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് നമ്മുടെ വീഡിയോ കൂടുതൽ ലെങ്തായി പോകുന്നതിനാൽ ഈ തുടിയുടെ നിർമ്മാണത്തോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത കുഴലുണ്ടാക്കുന്ന വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ അടുത്ത് തന്നെയുണ്ട് കുഴലുണ്ടാക്കുന്നതും കുഴൽ ഊതുന്നതുമായ നമ്മുടെ മൂപ്പൻ, കറുപ്പൻ എന്ന് പറയുന്ന മൂപ്പൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാം. എന്തായാലും വീഡിയോ അടുത്ത എപ്പിസോഡിലായിരിക്കും നമ്മൾ കാണാം. അതുവരേക്കും ബായ് പറഞ്ഞപ്പോഴൊരു കാര്യം വിട്ടുപോയത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്തരം വീഡിയോ, അതായത് തുടി കൊട്ടൽ, തുടി ഉണ്ടാക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധാരണക്കാർ കണ്ടിട്ടുണ്ടാവില്ല. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരെ വണക്കം. ഏത് മരമാണ്? അല്ല, അതിനൊന്നും ഈ ഓട്ട ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല. പക്ഷെ ഇതിനധികം ചൂട് കുറേ നേരം നിൽക്കില്ല.